ഒലീന സന്തോഷം എന്നുള്ള വാക്കോടുകൂടിയാണ് തുടങ്ങിയത് ഈ വൈകുന്നേരത്തിൽ. എനിക്ക് പക്ഷേ ഞാൻ ആ വാക്ക് പറയുമ്പോൾ ഇരട്ടി ഇരട്ടി സന്തോഷമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് എൻ്റെ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്ന് എൻ്റെ നാട്ടിൽ ആ മണ്ണിൽ എനിക്ക് ഞാൻ ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെ തിരിച്ചു വന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴുള്ള യഥാർത്ഥത്തിൽ എല്ലാവരും അനുഭവിക്കുന്ന സന്തോഷമാണ് ഞാൻ അനുഭവിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്ന വീട് എന്ന് പറയാവുന്ന അപ്പാട്ടുവിളാകം വീടിപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഒരു ഏറ്റവും സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. പിന്നെ ഇവരുടെയൊക്കെ പ്രായത്തിൽ ഞാൻ ഓടി നടന്ന് വളർന്ന സ്ഥലമാണ്. തൊട്ടപ്പുറത്തെ വിന്നേഴ്സ് ക്ലബ്ബിൽ നടന്ന മത്സരങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ഒരു ചന്തയുണ്ടായിരുന്നു. ആ ചന്തയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന എല്ലാവരുടെയും കൂടെ അമ്മ കാണാതെയൊക്കെ ഓടി വന്നിരുന്ന സ്ഥലമാണ്. അവിടെ വെച്ചാണ് സത്യത്തിൽ ആദ്യമായിട്ട് ഇവരുടെ പോലത്തെ ഒരു പ്രായത്തിലാണ് ആദ്യമായിട്ട് ഈ ഒറ്റക്കൊമ്പിൽ ഇരട്ടത്തൂക്കം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പഴയ പാട്ടുപുസ്തകങ്ങൾ വിൽക്കുന്ന ആ പാട്ട് പാടിക്കൊണ്ട് പുസ്തകങ്ങൾ വിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് പുസ്തകമായുള്ള ഒരു പരിചയം എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് എന്നിലേക്ക് തന്നെ ഒരു തിരിച്ചുപോക്കിനുള്ള അവസരമാണ് ശരിക്കും ഈ ഒരു സന്ധ്യ തരുന്നത്. ബിജുമോഹനും രാജേഷും ആദ്യം സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ ഇവിടെ വരും, ഈ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് ഞാനതെല്ലാം വീണ്ടും ഒന്നും കൂടി ആസ്വദിക്കുമെന്ന്. അപ്പോൾ ഇത്തരം ക്യാമ്പുകൾ നേരത്തെ ഒലീന പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ഇത്തരം അവസരങ്ങളിൽ കൂടി കടന്നുപോയവരാണ്. അതിൻ്റെ ഗുണം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം 10 വയസ്സിൽ ബാലവേദി എന്നുള്ള സംഘടനയുമായി ബന്ധപ്പെട്ട് വഴയില, കരകുളം പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തിക്കുകയും പിന്നീട് പേരൂർക്കട ബാലവേദി യൂണിറ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ഇത്തരം എല്ലാ അവധിക്കാലങ്ങളും തന്നെ ഇതുപോലെ സജീവമായിരുന്നു. ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇതുപോലത്തെ പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി ഇവിടേക്ക് ഇറങ്ങി നടന്ന് പല വീടുകളിൽ നിന്ന് പൈസയൊക്കെ പിരിച്ച് 10 വയസ്സിൽ തന്നെ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായ ഒരാളാണ് ഞാൻ. അത് എൻ്റെ ജീവിതത്തെ എത്രമാത്രമാണ് സമ്പന്നമാക്കിയത് എന്ന് ഇന്ന് തിരിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 13ാമത്തെ വയസ്സിൽ ഇവിടെ നിന്ന് തന്നെ എനിക്ക് സോവിയറ്റ് യൂണിയനിൽ പോകാൻ പറ്റിയത്. ആ സോവിയറ്റ് യൂണിയനിൽ പോയിട്ട് 150ഓളം രാജ്യങ്ങളിൽ നിന്ന് 5000ഓളം കുട്ടികളുമൊത്ത് ഒരു മാസം ചിലവഴിക്കാൻ കഴിഞ്ഞത്. അന്ന് എനിക്ക് ഏറ്റവും സന്തോഷം ഇവിടെ വിന്നേഴ്സ് ക്ലബിലും പിന്നെ പേരൂർക്കട സർഗവേദി സ്റ്റഡി സർക്കിൾ അങ്ങനെ പല പല ക്ലബ്ബുകൾ യാത്രയപ്പൊക്കെ തന്നിട്ടാണ് അന്ന് ഞാൻ സോവിയറ്റ് യൂണിയനിലേക്ക് പോയത്. അതൊക്കെ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന സന്തോഷം, ആ സന്തോഷം ഞാൻ ഇപ്പോഴും അനുഭവിക്കുകയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നമ്മുടെ കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ വളരുന്ന ഓരോ തലമുറകളെക്കുറിച്ച് നിരന്തരം പരാതികളും പരിഭവങ്ങളും ആകുലതകളും ഒക്കെ പങ്കുവയ്ക്കുന്ന തലമുറയാണ് ഞങ്ങളുടെ തലമുറയും ഞങ്ങൾക്ക് ശേഷമുള്ള തലമുറയുമൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രതീക്ഷയും വളരെയേറെ സന്തോഷവുമാണ് പുതിയ തലമുറ തരുന്നത്. അവർ നമ്മളെ പോലെ ഇടുങ്ങിയ ഒരു സാഹചര്യങ്ങളിലൊന്നും അല്ല അവർ ജീവിക്കുന്നത്. നമ്മൾ മൊബൈലിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അവർ കാണുന്ന ലോകം എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ വിശാലമായ ഒരു ലോകമാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നിറത്തെക്കുറിച്ചും പിന്നെ ഞങ്ങളുടെ മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അത് വളരെ ചൂളിക്കൊണ്ട് ഓരോരുത്തരും അത് സഹിച്ചിരുന്ന സ്ഥലത്ത് എൻ്റെ വീട്ടിൽ തന്നെ ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ച് ആരെങ്കിലും മറ്റൊരാൾക്ക് നിറം കുറവാണെന്നോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ രീതി ഇങ്ങനെയാണെന്നോ പറഞ്ഞാൽ ഏതാണ്ട് ആക്രമിക്കുന്ന ഇതിൽ തന്നെ ബോഡി ഷേമിങ് നടത്തരുത്, റേസിസ്റ്റ് ആകരുത് എന്ന് പറയുന്ന കൊച്ചുകുട്ടികളുടെ തലമുറ നമുക്കിടയിൽ വളർന്നു വരുന്നത്. നമ്മൾ ഏതെല്ലാം പരിധികളിലും പരിമിതികളിലും മനുഷ്യനെ തളച്ചിട്ടിരുന്നോ അവിടെ നിന്നൊക്കെ മാറി വിശാലമായ ഒരു ലോകം ഇവർ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് നമ്മൾ ജീവിച്ചിരുന്ന കാലത്തിലേക്ക് ഇവരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച കാലമാണ് അതിൻ്റെ ഗൃഹാതുരത്വത്തിൽ അത് ഇവർക്ക് ഇല്ലല്ലോ എന്നൊന്നും പരാതിപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ കുഞ്ഞുവാവയും ശരിക്കും പറഞ്ഞാൽ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് അത് കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ് അത് ഒരുപാട് ഗുണം ചെയ്യുന്നത്. എൻ്റെ വീട്ടിലെ എൻ്റെ അനിയത്തിയുടെ 10 വയസ്സുള്ള മകൻ ഒരവധിക്ക് ഷാർജയിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ ആദ്യമായി ഇലോൺ മസ്കിനെയും ടെസ്ല കാറിനെയും സ്പേസ് എക്സിനെയൊക്കെ കുറിച്ചൊക്കെ പരിചയപ്പെടുന്നത്. അവനാണ് എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ സങ്കേതങ്ങൾ എന്താണെന്ന് ചെറിയ കുട്ടികളിൽ നിന്നാണ് എനിക്ക് പഠിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളുടേതായ പരമ്പരാഗതമായ പാരമ്പര്യങ്ങളൊന്നും അവരിൽ നിന്ന് മാറ്റിവെക്കണം എന്നല്ല, പക്ഷെ അതിനൊപ്പം നമ്മൾ അവരുടെ കൂടെ അവരുടെ കൈ പിടിച്ച് അവരുടെ ലോകത്തേക്ക് ചെല്ലാൻ തയ്യാറായാൽ
എനിക്ക് തോന്നുന്നു പാരൻസ് എന്നുള്ള നിലയ്ക്ക്, ഗ്രാൻഡ് പാരൻസ് എന്നുള്ള നിലയ്ക്ക് അവരോട് ചെയ്യാവുന്ന നല്ല കാര്യത്തിനൊപ്പം നമുക്ക് കുറച്ചുകൂടി നമ്മളെ അപ്ഡേറ്റഡ് ആക്കും തോറും നമ്മുടെ ജീവിതത്തിനകത്ത് പരാതികളും പരിഭവങ്ങളൊക്കെ കുറഞ്ഞ് നമ്മൾ കുറച്ചുകൂടി നല്ല മനുഷ്യരും സന്തോഷമുള്ളവരുമാകും. ഈ ക്യാമ്പ് അത്തരം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയത്. കുഞ്ഞുങ്ങളോട് സംസാരിക്കരുത് നേരത്തെ ഒലീന പറഞ്ഞതുപോലെ അധികം ഞാൻ സംസാരിക്കുന്നില്ല, എങ്കിലും വളരെയേറെ സന്തോഷമുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു ചെറിയ കഥ പറയാൻ തോന്നുന്നു. കഥ കേൾക്കണോ? ആരുടെ കഥ കേൾക്കണം? ഡ്രാഗണുകളുടെ കഥ പറയട്ടെ. എത്ര ഡ്രാഗണുകൾ വേണ്ട കഥയാണ് കേൾക്കണ്ടേ? 4 ഡ്രാഗണുകളുടെ കഥ പറയാം. ചൈനയിലെ ഒരു ചൈനീസ് കഥയാണ്, ചെറിയൊരു കഥയാണ് കേട്ടോ. ഒരിടത്ത് ഒരിക്കൽ പണ്ട് 4 ഡ്രാഗണുകൾ ഉണ്ടായിരുന്നു. മഞ്ഞ ഡ്രാഗൺ, പച്ച ഡ്രാഗൺ, കറുത്ത ഡ്രാഗൺ, നീളൻ ഡ്രാഗൺ. ഈ 4 ഡ്രാഗണുകളും കൂടെ എവിടെയാണ് താമസിച്ചിരുന്നത്? കടലിലാണ് താമസിച്ചിരുന്നത് കേട്ടോ. ഈ ഡ്രാഗണുകൾ ഈ കടലിൽ നിന്ന് കളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവരെന്നും ആകാശത്ത് പോയി കളിക്കും. പറന്ന് ആകാശത്തും പോവും, അവർ വെള്ളത്തിലും കഴിയും. അപ്പോൾ ഒരു ദിവസം ഇവർ 4 പേരും കൂടെ ആകാശത്ത് പോയി കളിക്കുമ്പോൾ അവിടെ നിന്ന് നോക്കി താഴോട്ട് നോക്കുമ്പം കുറേ മനുഷ്യർ ഒരിടത്തിൽ നിന്ന് പുറന്ത പൂജ ചെയ്യുന്നു. വിളക്ക് കത്തിക്കുന്നു, ചന്ദനത്തിരി കത്തിക്കുന്നു, പൂക്കളിടുന്നു. അപ്പോൾ ഈ നീളൻ ഡ്രാഗൺ പറഞ്ഞു, എന്താ അവരവിടെ ചെയ്യുന്നത്, നമുക്കൊന്ന് നോക്കിയാലോ എന്ന്. അപ്പം ഇവരവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താണ്, ഭൂമിയിൽ മഴ പെയ്യുന്നില്ല. നമ്മുടെ ഇവിടെ അങ്ങനെയായിരുന്നല്ലേ? ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ നമ്മളും പറയും അയ്യോ എങ്ങനെയെങ്കിലും മഴ വന്നാൽ മതിയെന്ന്. അങ്ങനെ മഴയില്ലാതെ കൃഷിയെല്ലാം കരിഞ്ഞുപോയി, ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല. അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ എല്ലാവരും കൂടി പൂജ നടത്തുക. അപ്പോൾ ഡ്രാഗണുകൾക്ക് സങ്കടമായി. ഡ്രാഗണുകൾ പറഞ്ഞു അയ്യോ ഇവർ നമ്മുടെ കൂട്ടുകാരല്ലേ, ഇവർക്ക് ഇത്രയും ദുരിതം വരുമ്പോൾ നമ്മൾ സഹായിക്കേണ്ട, എന്ത് ചെയ്യും? അപ്പം മഞ്ഞ ഡ്രാഗൺ പറഞ്ഞു നമുക്ക് ആകാശത്തിൽ പോയി കൊട്ടാരത്തിൽ രാജാവിനോട് പറയാം, ആകാശത്തിൽ ചെന്നിട്ട് പറയാം, മഴ പെയ്യിക്കാൻ പറയാം. ഇവർ തിരിച്ച് ആകാശത്തിൽ പോയി. ഇവർ തിരക്കിട്ട് ആകാശത്തിൽ ചെല്ലുമ്പോൾ കൊട്ടാരത്തിലോട്ട് അങ്ങ് ഇടിച്ച് കയറി അങ്ങോട്ട് ചെന്നു. അവിടുത്തെ പാറാവുകാരൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവർ ചോദിക്കാതെയും പറയാതെയൊക്കെ അകത്ത് പോയി. ഒരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടൊക്കെ അല്ലേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു. സെക്യൂരിറ്റി എന്ന് രാജാവിനെ അറിയിച്ചു, 4 പേരിങ്ങനെ വന്നിട്ടുണ്ട്, എന്നോട് ചോദിക്കാതെയും പറയാതെ അകത്ത് കയറിയിരിക്കുകയാണ്. രാജാവിന് ഇവരെ കണ്ടപ്പം ചോദിക്കാതെ വന്നു എന്നുള്ള ദേഷ്യത്തിൽ രാജാവ് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിനൊന്നും അല്ല വന്നത്, അവിടെ മനുഷ്യർക്ക് വെള്ളമില്ല, മഴയില്ല, എങ്ങനെയെങ്കിലും മഴ പെയ്ച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവരെല്ലാം മരിച്ചു പോവും ചൂടുകൊണ്ട്, അവിടെ കൃഷിയില്ല, ഭക്ഷണമില്ല എന്നൊക്കെ പറഞ്ഞപ്പം രാജാവ് പറഞ്ഞു എല്ലാം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തിരിച്ചു വന്ന് ഒരാഴ്ച കാത്തിട്ട് മഴ പെയ്യുന്നില്ല. അപ്പോൾ ഇവർക്ക് വീണ്ടും സങ്കടമായി. അപ്പോൾ രാജാവ് വാക്ക് പാലിച്ചില്ലല്ലോ. അവർ വീണ്ടും ചെല്ലുമ്പം അവർ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങോട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, എനിക്കറിയാം, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്നൊക്കെ രാജാവും മന്ത്രിയെല്ലാം കൂടെ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഇവർ തിരിച്ചു വന്നിട്ട് ഇവർ ആലോചിച്ചു എന്ത് ചെയ്യും. അങ്ങനെ ആലോചിച്ചപ്പോൾ ഇവർ വിചാരിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കടലിൽ കിടക്കുന്ന വെള്ളം മുഴുവൻ നമ്മുടെ വായിൽ കൊണ്ടുപോയി ആകാശത്ത് ചെതറാം. അപ്പം എന്ത് പറ്റും, മേഘങ്ങളാവും, അതിന്ന് മഴ പെയ്യും. അങ്ങനെ ഇവർ രാവിലെ മുതൽ കടലിലെ വെള്ളം മുഴുവൻ മോളിക്കൊണ്ടുപോകും, അവിടെ കൊണ്ട് എല്ലാം മേഘങ്ങളിലെല്ലാം ഇടും. അങ്ങനെ വൈകുന്നേരം ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും മന്ത്രിക്കൊക്കെ അങ്ങ് ഭയങ്കര ദേഷ്യമായി. അവരിത് അറിഞ്ഞു. അപ്പോൾ രാജാവിനോട് എന്ന് പറയുമ്പോൾ രാജാവ് പറഞ്ഞു ആരെവിടെ, വേഗം പിടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞു. ഈ 4 ഡ്രാഗണുകളെ അവർ 4 ഡ്രാഗണുകളെ പിടിച്ചോണ്ട് വന്നിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു മനുഷ്യർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ അധികാരമൊന്നും ഏറ്റെടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു, 4 മലകളെ കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാ വശത്തുള്ള മലകളോട് വരാൻ പറഞ്ഞു ഈ ഡ്രാഗണുകളുടെ അടുത്തേക്ക്. എന്നിട്ട് ഈ മലകളോട് പറഞ്ഞു നിങ്ങൾ ഈ 4 മലകളും ചേർന്ന് ഈ 4 ഡ്രാഗണുകളെയും കൊന്നു കളയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മലകൾ ഈ ഡ്രാഗണുകളുടെ പുറത്ത് നിന്നിട്ട് അതിനെ കൊല്ലും. അങ്ങനെ അപ്പം എന്ത് പറ്റും, മരിക്കാൻ നേരെ ഇവർ തീരുമാനിക്കും നമ്മളെന്തായാലും മരിക്കുവാണ്, അപ്പോൾ എന്തെങ്കിലും മനുഷ്യർക്ക് ഗുണമുള്ളത് ചെയ്തിട്ട് മരിക്കാം, നമുക്ക് നദികളാകാം എന്ന് പറയും. അങ്ങനെ ഇവർ 4 ഡ്രാഗണുകളും എന്തായി മാറും, വെള്ളം കൊടുക്കുന്ന നദികളായി മാറും. അങ്ങനെയാണ് ചൈനയിൽ 4 നദികളുള്ളത്. മഞ്ഞ നദി, നീളൻ നദി, കറുത്ത നദി, പച്ച നദി. അങ്ങനെയാണ് ചൈനയിലെ 4 നദികൾ ഉണ്ടായത്. അപ്പം അവർ മരണത്തിലും എന്താ ചെയ്തത്, അവർക്ക് ചുറ്റുമുള്ളവർക്ക് നന്മ നൽകിയിട്ട് മരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ കാര്യവും അതാണ്. നമുക്ക് വേണ്ടി മാത്രമല്ലാതെ നമ്മുടെ ചുറ്റുപാടുകളെ കൂടി നമ്മളുടേതാക്കി നന്മ നൽകാൻ കഴിയണം. നമ്മുടെ ഓരോ കുഞ്ഞും അങ്ങനെയുള്ള ഒരു ഇതോടുകൂടി ജീവിക്കാൻ കഴിയട്ടെ. ഈ
ദീർഘകാലം നിലനിൽക്കുകയും ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അവരുടെ എല്ലാ തരത്തിലുമുള്ള വികാസത്തിനും നല്ല മനുഷ്യരായി സമൂഹത്തിന് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും മാറാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു മനോഹരമായ വൈകുന്നേരം തന്നതിന് നന്ദി.